ആർട്ടിക്കൽ ബ്ലീഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്യൂണിക്കേറ്റ് യൂസ് ചെയ്യാം. നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ട്യൂണിക്കേറ്റ്സ് അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ട്യൂണിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ട്യൂണിക്കേറ്റ് നമ്മൾ എപ്പോഴും വൂണ്ടിന്റെ ഒരു വളരെ സിവിയർ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ്, അതിന്റെ ഒരു 2 മുതൽ 3 ഇഞ്ച് മുകളിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ജോയിന്റിന്റെ മുകളിൽ ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ജോയിന്റ് നിയറായിട്ടുള്ള ഒരു ഏരിയയിലാണ് ബ്ലീഡിംഗ് എങ്കിൽ ആ ജോയിന്റ് തൊട്ട് മുകളിൽ വേണം ഈ ഒരു ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്യൂണിക്കേറ്റ് നമ്മൾ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ട്യൂണിക്കേറ്റ് ടാപ്പ് ടൈറ്റ് ആക്കുക. അതിന്റെ ഒരു മിൻലെസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതൊരു സ്റ്റിക്ക് പോലെയുള്ള ഒരു ഏരിയ, അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കുക. ബ്ലീഡ് സ്റ്റോപ്പ് ആകുന്നവരെ നമ്മൾ തിരിച്ച് ടൈറ്റ് ആക്കുക. ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് നമുക്ക് കൂടുതൽ ടൈറ്റ് ആക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തും. അപ്പോൾ ബ്ലഡ് നിൽക്കണമെന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യുക. എന്നിട്ട് അത് തൊട്ട് മുകളിലായിട്ട് അടുത്തൊരു ട്യൂണിക്കേറ്റ് കൂടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതും ടൈറ്റ് ആക്കുക. ഈ ഒരു ബ്ലീഡ് നിൽക്കുന്നവരെ ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുന്ന ടൈം നോട്ട് ചെയ്ത് വെക്കുക. എവരി 45 to 1 hour നമ്മൾ ഈ ഒരു ട്യൂണിക്കേറ്റ് കെട്ടിയുള്ള ഏരിയ അസസ് ചെയ്യുക. ട്യൂണിക്കേറ്റ് ലൂസാക്കുക. വീണ്ടും ഒരു ചെറുതായിട്ട് പൊസിഷൻ മാറ്റിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്കൊരു തുണി ഉണ്ടെങ്കിൽ അത് ഡ്രൈപ്പ് ചെയ്ത് മടക്കിയിട്ട് നമുക്ക് ആദ്യം ഒരു നോട്ട് ഉണ്ടാക്കുക. അതായത് കയ്യിൽ വെച്ച് കെട്ടുക. അതിന് മുകളിലേക്ക് ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു വുഡ് സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് അതിന് മുകളിൽ ഒരു നോട്ട് കൂടി ഇടുക. ഞാൻ ഇവിടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നോട്ട് കൂടി ഇടുക. എന്നിട്ട് പെന്നോ അല്ലെങ്കിൽ വുഡോ എന്താണ് വെച്ചത് അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്നവരെ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടൈറ്റ് ആയിട്ട് ആർട്ടിക്കൽ ബ്ലീഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്യൂണിക്കേറ്റ് യൂസ് ചെയ്യാം. നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ട്യൂണിക്കേറ്റ്സ് അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ട്യൂണിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ട്യൂണിക്കേറ്റ് നമ്മൾ എപ്പോഴും വൂണ്ടിന്റെ ഒരു വളരെ സിവിയർ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ്, അതിന്റെ ഒരു 2 മുതൽ 3 ഇഞ്ച് മുകളിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ജോയിന്റിന്റെ മുകളിൽ ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ജോയിന്റ് നിയറായിട്ടുള്ള ഒരു ഏരിയയിലാണ് ബ്ലീഡിംഗ് എങ്കിൽ ആ ജോയിന്റ് തൊട്ട് മുകളിൽ വേണം ഈ ഒരു ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്യൂണിക്കേറ്റ് നമ്മൾ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ട്യൂണിക്കേറ്റ് ടാപ്പ് ടൈറ്റ് ആക്കുക. അതിന്റെ ഒരു മിൻലെസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതൊരു സ്റ്റിക്ക് പോലെയുള്ള ഒരു ഏരിയ, അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കുക. ബ്ലീഡ് സ്റ്റോപ്പ് ആകുന്നവരെ നമ്മൾ തിരിച്ച് ടൈറ്റ് ആക്കുക. ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് നമുക്ക് കൂടുതൽ ടൈറ്റ് ആക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തും. അപ്പോൾ ബ്ലഡ് നിൽക്കണമെന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യുക. എന്നിട്ട് അത് തൊട്ട് മുകളിലായിട്ട് അടുത്തൊരു ട്യൂണിക്കേറ്റ് കൂടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതും ടൈറ്റ് ആക്കുക. ഈ ഒരു ബ്ലീഡ് നിൽക്കുന്നവരെ ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുന്ന ടൈം നോട്ട് ചെയ്ത് വെക്കുക. എവരി 45 to 1 hour നമ്മൾ ഈ ഒരു ട്യൂണിക്കേറ്റ് കെട്ടിയുള്ള ഏരിയ അസസ് ചെയ്യുക. ട്യൂണിക്കേറ്റ് ലൂസാക്കുക. വീണ്ടും ഒരു ചെറുതായിട്ട് പൊസിഷൻ മാറ്റിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്കൊരു തുണി ഉണ്ടെങ്കിൽ അത് ഡ്രൈപ്പ് ചെയ്ത് മടക്കിയിട്ട് നമുക്ക് ആദ്യം ഒരു നോട്ട് ഉണ്ടാക്കുക. അതായത് കയ്യിൽ വെച്ച് കെട്ടുക. അതിന് മുകളിലേക്ക് ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു വുഡ് സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് അതിന് മുകളിൽ ഒരു നോട്ട് കൂടി ഇടുക. ഞാൻ ഇവിടെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നോട്ട് കൂടി ഇടുക. എന്നിട്ട് പെന്നോ അല്ലെങ്കിൽ വുഡോ എന്താണ് വെച്ചത് അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്നവരെ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടൈറ്റ് ആയിട്ട്